അങ്ങനെ മരണത്തിൻ്റെ തുകയും പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ടാറ്റ കമ്പനി 1 കോടി രൂപ വെച്ച് കൊടുക്കും. അതേപോലെ പരിക്ക് പറ്റിയവരുടെ ചെലവും ആ തകർന്നു വീണ കെട്ടിടം പുതുക്കി പണിത് കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തായിരുന്നു എയർ ഇന്ത്യ ഉണ്ടായിരുന്നത്. അന്ന് മാംഗ്ലൂരിൽ 150 പേര് മരണപ്പെട്ടിട്ടും ഇതുവരെയും അവരുടെ പൈസ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങ് നമ്മുടെ നാട്ടിൽ കാലിക്കറ്റിൽ 21 പേര് മരണപ്പെട്ടു, അതിലേറെ പേർക്ക് പരിക്കും പറ്റി. ഇതുവരെയും അതിൻ്റെ തുകയും കൊടുത്തു തീർത്തിട്ടില്ല. അന്ന് എയർ ഇന്ത്യ കൈകാര്യം ചെയ്തിരുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ ഇന്ന് ടാറ്റ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ആ പൈസ അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തും എന്നത് 100% ഉറപ്പായ കാര്യം തന്നെയാണ്. പറഞ്ഞു വരുന്നത് ഈ കാര്യമൊന്നുമല്ല. ഇന്നലെയും ഇതേ ഒരു സംഭവം ദുബായ് ഷാർജയിൽ നിന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം 8 മണിക്കൂറാണ് ഡിലേ ആയത്. എന്നിട്ട് അത് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടിയിട്ട് 1 മണിക്കൂറുള്ളപ്പോൾ ഒരു യാത്രക്കാരന് ചെറുതായിട്ടൊരു നെഞ്ചുവേദന ഉണ്ടായി. ആ നെഞ്ചുവേദന ഉണ്ടായത് കൊണ്ട് തന്നെ അടിയന്തരമായിട്ട് കൊച്ചി എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ടിട്ടില്ല, മരണപ്പെട്ടു. പ്രിയ സഹോദരന് ആദരാഞ്ജലികൾ. ആ എയർ ഇന്ത്യ എന്ന് പറയുന്ന ആ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ പാവപ്പെട്ട പ്രവാസി ജീവിച്ചിരിക്കുമായിരുന്നു. കാരണം 8 മണിക്കൂർ വൈകിയാണ് കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്, അടിയന്തര ലാൻഡിങ്. എന്തിന്? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് 1 കോടി 2 കോടി കിട്ടിയിട്ട് എന്ത് കാര്യം? ഇനി ടാറ്റ അല്ല അംബാനി എടുത്തു കഴിഞ്ഞാലും എയർ ഇന്ത്യ എന്ന് പറയുന്ന ഈ വിമാനം നന്നാവാൻ പോകുന്നില്ല. കാരണം പണ്ടത്തെ പോലെയാണ് ഇപ്പോഴും. അതിന് എല്ലാം കണക്കാണ്. എന്തിന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് എന്തിന് കടിക്കുന്ന പട്ടിയെ നമ്മൾ വാങ്ങണം. ഈ എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാനം പ്രവാസികൾക്ക് ഒരു വിലയും തരാത്തൊരു വിമാനമാണ്. പ്രവാസികളുടെ സമയത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരിതിനോ ഒരു വാല്യൂ പോലും കൊടുക്കാത്തൊരു ഫ്ലൈറ്റാണ് എയർ ഇന്ത്യ. തുച്ഛമായ പൈസയുടെ ലാഭത്തിന്റെ പേരിലാണ് ഓരോ പ്രവാസികളും എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കുന്നത്. അഹമ്മദാബാദ് ഇൻസിഡൻസിന് ശേഷം ഏറ്റവും കുറച്ച് ടിക്കറ്റ് റേറ്റ് ഇട്ട് എയർ ഇന്ത്യ ഓൺലൈനിൽ കാണുന്നുണ്ട്. നിങ്ങൾ കയറി നോക്കിയാൽ അറിയാം. എയർ ഇന്ത്യയുടെ സൈറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലും ഇവർക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ അറിയാമെന്നാണ് ഇവർ പറയുന്നത്. ആ ഒരു ഇൻസിഡൻസ് കൊണ്ട് ഒരുപാട് ഭയങ്കര ഓഫറുകളൊക്കെയാണ് എയർ ഇന്ത്യ കൊടുക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇനിയും നമ്മുടെ പ്രവാസികൾ ഈ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവൻ ഇല്ലാതാക്കുന്നു? ഇന്ത്യയിൽ നടന്ന എല്ലാ ഫ്ലൈറ്റ് അപകടങ്ങളിലും എയർ ഇന്ത്യയാണ് മുഖ്യ കാരണം. എയർ ഇന്ത്യൻ ഫ്ലൈറ്റ് അല്ലാതെ ഒരു ഫ്ലൈറ്റ് പോലും അപകടത്തിൽപ്പെട്ടത് നമുക്കറിയാം. ഇൻഡിഗോ ഏറ്റവും നല്ല സർവീസാണ്, സ്റ്റാഫ് ആണെങ്കിൽ നല്ല സർവീസാണ്, കറക്റ്റ് ടൈമിംഗ് ആണ്, എന്തോ ആയിക്കോട്ടെ നല്ലൊരു ഫ്ലൈറ്റാണ് ഇൻഡിഗോ. ഞാൻ പോയിട്ടുണ്ട്. അതേപോലെ എയർ ഇന്ത്യയിൽ ഞാൻ പോയിട്ടുണ്ട് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ്. ഒരു ദിവസം ഞാൻ കുവൈറ്റ് എയർപോർട്ടിൽ കിടക്കേണ്ടി വന്നു. രാവിലെ 7 മണിക്കാണ് ഫ്ലൈറ്റ്, 9:30 എടുക്കേണ്ട ഫ്ലൈറ്റ് പിറ്റേന്ന് രാവിലെ 9 മണിക്കാണ് എടുത്തത്. ഒരു ദിവസം കുവൈറ്റ് എയർപോർട്ടിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇന്നേ വരെ ആ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടില്ല. അതും എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കില്ലായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രാവൽസിൽ പോയപ്പോൾ അവൻ്റെ നിർബന്ധപ്രകാരം എടുക്കേണ്ടി വന്നതാണ് എയർ ഇന്ത്യയിൽ ടിക്കറ്റ്. എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് പറയാനുള്ളത്, എന്തിന് എയർ ഇന്ത്യ? നമുക്ക് ഒരുപാട് ഓഫറുകളും ഒരുപാട് ചോയ്സും ഉണ്ട്. ചിലപ്പോൾ നമ്മൾ 100 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മളെ ജീവൻ പണയം വെച്ചിട്ട് എന്തിന്? ഒരു ഉറപ്പുമില്ല, എത്തുമെന്നോ എത്തൂലെന്നോ ഒരു ഉറപ്പുമില്ല. ഫ്ലൈറ്റിൻ്റെ മെയിൻ്റനൻസും ചെയ്യുന്നില്ല. ഫ്ലൈറ്റ് എപ്പോഴും ഡിലേ ആണ്, ക്യാൻസൽ ആവുന്നുണ്ട്. ഇതേപോലെ വേറൊരു ഫ്ലൈറ്റ് ഈ ദുനിയാവിലില്ല മക്കളെ. സത്യം. എന്തിന് നമ്മളെ കയ്യിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വാങ്ങുന്നു? മറ്റ് ഫ്ലൈറ്റുകൾ എടുക്കുക. നമ്മുടെ ഇന്ത്യയിലേക്ക് പോകുന്ന ഇൻഡിഗോ ഒക്കെ ഉണ്ടല്ലോ, നല്ല ഫ്ലൈറ്റാണ്.
നല്ല ടൈമിംഗ് ആണ്, നല്ല സർവീസാണ്. ചിലപ്പോൾ ഒത്തിരി എന്തെങ്കിലുമൊക്കെ കൂടുതലുണ്ടാവും. എന്തായാലും നമ്മുടെ ജീവന് ഗ്യാരണ്ടി ഉണ്ടാവും, നമ്മുടെ സമയത്തിന് വാല്യൂ ഉണ്ടാവും, പാസഞ്ചറിന് വാല്യൂ തരുന്ന. അതുകൊണ്ട് എന്തിന് നമ്മുടെ കയ്യിരിക്കുന്ന കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടീനെ വാങ്ങണം? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പ്രവാസികൾ എല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ ഇതിനെ കട്ടപ്പുറത്താക്കാൻ പറ്റും. എങ്കിലേ ഇവർ നന്നാവത്തുള്ളൂ. ഇനി അംബാനി എടുത്താൽ പോലും ഈ സാധനം നന്നാവില്ല, 100% ഉറപ്പാണ്, നന്നാവൂല. എല്ലാ പ്രവാസികളും, ഞാനിനി ഒരിക്കലും ആ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുക്കില്ല എന്ന് ഞാൻ അന്ന് ഉറപ്പിച്ചതാണ്. അതിനുശേഷം ഞാൻ എത്രയോ യാത്രകൾ ചെയ്തിട്ടുണ്ട്. നല്ല ഓഫർ ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ ഇന്നേ വരെ അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മുതിർന്നിട്ടില്ല. കാരണം ചിലപ്പോൾ ഒരു 10 ദിനാറിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ആ 10 ദിനാർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിന് പോലും വാല്യൂ ഇല്ലാത്ത, നമ്മുടെ പറയുന്ന പാസഞ്ചേഴ്സിനോട് പോലും ഒരു ദയവും ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത ഈ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിൽ പോയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? നമ്മുടെ സമയത്തിന് പോലും വാല്യൂ അവർ തരുന്നില്ല. അതുകൊണ്ട് പ്രവാസികളോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കൈയെടുത്ത് കുമ്പിടുകയാണ്, അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. എയർ ഇന്ത്യ എന്ന് പറയുന്ന ഫ്ലൈറ്റിനെ ഒഴിവാക്കിയിട്ട് ഒരുപാട് ചോയ്സ് ഉണ്ട്, ഒരുപാട് നല്ല ടൈമിംഗ് ഉള്ള, ഒരുപാട് കൃത്യസമയത്തിന് പോകുന്ന ഫ്ലൈറ്റുകൾ ഒരുപാടുണ്ട്. അതിലൊക്കെ ടിക്കറ്റ് എടുക്കുക. ചിലപ്പോൾ ഒത്തിരി കൂടുതലായിരിക്കും പൈസ, പക്ഷെ അത് നോക്കണം. നമ്മുടെ സമയത്തിനും നമുക്കും വാല്യൂ തരുന്ന ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട്, അതിലോട്ട് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ, എല്ലാവരിലേക്കും എത്തട്ടെ. അങ്ങനെയെങ്കിൽ ഈ സംരംഭം അങ്ങ് പൂട്ടട്ടെ. അല്ലാണ്ട് എന്ത് പറയാനാണ്?